ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡംഗമായിരുന്ന അജികുമാറിന്റെയും വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇരുവരെയും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി. അല്പസമയം മുമ്പാണ് വിജിലൻസ് ജഡ്ജിയുടെ വസതിയിലേക്ക് ഇരുവരെയും കൊണ്ടുവന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇരുവരെയും നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചീമുട്ടേറിഞ്ഞാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ജനം ടിവിയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. രാവിലെ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. ആ ഒരു സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രതികാര നടപടിയാണ് ഉണ്ടായിരുന്നുള്ള പ്രതികരണമാണ് PS പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാൽ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിൻ്റെ പിടിവീടിരിക്കുകയാണ്. ഇപ്പോൾ മനോജ് ചേരുകയാണ്. മനോജ്, ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ജഡ്ജിയുടെ വസതിയിലേക്കാണ് രണ്ട് പ്രതികളെയും എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? മറ്റു വിവരങ്ങൾ കൂടി. KP, ഇപ്പോൾ വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുമ്പിലാകെയാണ് പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത്. PS പ്രശാന്ത്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് A അജികുമാർ, ഇരുവരെയും ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിയിലേക്ക് കടക്കും. എന്തായാലും ഇരുവരെയും റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. സ്വാഭാവികമായും ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹാജരാക്കിയ പ്രതികളെ എല്ലാം 14 ദിവസത്തേക്കാണ് ആദ്യം റിമാൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാകും. അതിനിടയിൽ ഈ ജാമ്യ ഹർജിയൊക്കെ സമർപ്പിക്കുമെങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങൾ അത് കോടതി മുമ്പാകെ വയ്ക്കുമ്പോൾ തള്ളിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഏറെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ PS പ്രശാന്ത് അത്തരത്തിലൊരു ജാമ്യ നീക്കം നടത്തുമോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കിക്കാണണം. എന്തായാലും സ്വാഭാവികമായും എല്ലാ പ്രതികളും നടത്തിയതാണ്. കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജി സമർപ്പിച്ചവരുടെ ആദ്യഘട്ടത്തിലൊക്കെ ജാമ്യ ഹർജി തള്ളിപ്പോയിരുന്നു. നിലവിലിപ്പോൾ കോടതിയുടെ തീരുമാനം റിമാൻഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ 14 ദിവസത്തേക്കുള്ള റിമാൻഡ് ആണ് ഇപ്പോൾ വിജിലൻസ് കോടതി ജഡ്ജി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നൽകുക. എന്തായാലും ഇവിടേക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 11 മണി മുതൽ തന്നെ ആദ്യം പോലീസ് ക്ലബിലും അവിടെ നിന്ന് ആശുപത്രിയിലും പിന്നീട് ജഡ്ജിയുടെ വസതിയിലേക്കുമൊക്കെ കൊണ്ടുവരുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ വളരെ സുരക്ഷയൊക്കെ ഒരുക്കിയാണ് ഈ PS പ്രശാന്തിനെ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 2025 അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2019 കേസുമായി ബന്ധപ്പെടുത്തി പരിശോധന നടത്തുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലായും ഈ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അതിൽ ഈ PS പ്രശാന്തിൻ്റെയും അതോടൊപ്പം തന്നെ അജികുമാറിൻ്റെയും ഒക്കെ പങ്ക് SITക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കോടതിക്ക് മുമ്പാകെ ആ തെളിവുകളൊക്കെ നിരത്തുമ്പോൾ കോടതി സ്വാഭാവികമായും പ്രതികളെ റിമാൻഡ് ചെയ്യും എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. SITയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, അതായത് ഇനിയും ഈ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളായിരുന്നവരിൽ ചിലർ അറസ്റ്റിലാകാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരിലേക്ക് കൂടെ അന്വേഷണം വ്യാപിക്കും. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കേസിൽ ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ കുറച്ച് മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളായി SIT മുന്നോട്ട് പോവുകയാണ്. KP, കൊല്ലത്തിനും M മനോജാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.